നല്ല തണുത്ത കാറ്റുണ്ടല്ലേ? ഇയാളാരാ, നിവിൻ പോളിയാണോ? അയ്യോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണെന്നേ. ഈ നാട്ടും പുറത്തൊരു പ്രത്യേകത അതാ, നല്ല ഫ്രഷ് എയർ കിട്ടും. ഹലോ, ഞാൻ ഈ നാട്ടുമ്പുറത്ത് തന്നെയാ വളർന്നെ. അത് ശരിയാണല്ലോ. തക്കലി എന്ന ഓണം കേറാ മൂലയെന്നാണ് ഭവതി വന്നതെന്ന് നോം അറിഞ്ഞില്ല. അത് ശരിയാ, ഞാൻ ഓണം കേറാ മൂലയിൽ നിന്നാ. പക്ഷെ സ്വഭാവത്തിൽ നിങ്ങളെക്കാളും പരിഷ്കാരമുണ്ട്. എന്തുകൊണ്ട്? സോറി, പെട്ടെന്നൊന്ന് സ്ലിപ്പായി പോയി. അല്ലാതെ മനഃപൂർവ്വം അല്ലല്ലേ? നിധി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്യൂ? ഇങ്ങനെ പുറകെ വെച്ച് കൊണ്ടുവന്ന് എന്തിനാ? എന്നാ പിന്നെ തലയിൽ വെച്ച് കൊണ്ടുപോ. എന്താ മുന്നിലിരുത്തി ശ്രദ്ധിച്ചു കൊണ്ടുപോയിക്കൂടെന്ന് ഉദ്ദേശിച്ചത്. എന്റെ തമ്പുരാനെ, ഇക്കാലത്തെ പിള്ളേരോടൊന്നും പറയാനും വയ്യ. മോളെ, നീ കയറി മുന്നിലിരിക്ക. ഇനി അങ്ങോട്ട് റോഡ് ഇത്തിരി മോശ. ഈ കൊച്ചൻ തള്ളി താഴെ ഇടും. അതൊന്നും വേണ്ട. അല്ല, വന്നിരിക്കുന്നതി ഈ പ്രായത്തിന് മൂത്തവര് പറഞ്ഞ അത് കേൾക്കണമെന്നാ അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കേ ചേച്ചി. നാണിക്കാതെ കയറി ഇരിക്കു വെച്ച്. കേറിയിരിക്കുന്നു. പുറകിലാണെങ്കിൽ വീഴാൻ പോകുമ്പോ ചാടാം, മുന്നിലാണെങ്കിൽ അത് പറ്റില്ലല്ലോ. വീഴാതിരിക്കാൻ വേണ്ടിട്ടല്ലേ മുമ്പിലിരിക്കാൻ പറഞ്ഞത്. നിധി കേറിയിരുന്നേ. കയറിയിരുന്ന് സുഖമായിട്ട് പോ, ഞാൻ പോട്ടെ. കേറടോ, കേറിക്കോ. തിരിച്ചു പോവാം. ഇത്ര പെട്ടെന്ന്? എനിക്ക് വിശക്കുന്നു. നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? എനിക്ക് വിശപ്പ് എന്താണെന്ന് അറിയുന്നതേ ഇല്ല. അതെന്താ? ആവോ, കൈ എടുത്താലേ എനിക്ക് ഇറങ്ങാൻ പറ്റും. ഗേറ്റ് പൂട്ടി വെച്ചിരിക്കുന്ന പോലെ അടച്ചു വെച്ചാൽ എങ്ങനെയാ? സോറി. പെട്ടെന്നൊരു വേദന. ഇത്രയും നേരം സൈക്കിൾ ചവിട്ടിയപ്പോ ഇല്ലാത്ത വേദന ഇപ്പൊ. വെറുതെ നമ്പർ ഇറക്കല്ലേ. അയ്യോ, എന്നാലും ഇവരിത് ഏത് ഭാഷയില് സംസാരിക്കുന്നേ? ഓഹോ, ഈ
ഈശ്വര, ഒരു തവണ ശൂലം കുത്തിയപ്പോഴേക്ക് ഇത്രയ്ക്കായോ? എന്നാ നാക്കിലും കൂടി വേണ്ട. ശ്ശേ. ഈശ്വര, Cheers. അതൊന്നും എടുക്കൂ. എന്താണ് വിളമ്പാത്തത്? സുഭാഷണല്ലേ വിളമ്പത്താറ്. ആ പതിവ് തെറ്റിക്കണ്ടെന്ന് വെച്ചു. തന്നെ അങ്ങനെ ആ പണി കൂടെ ചെയ്യാതിരിക്കല്ലേ എനിക്കേശേ. തനിയെടുത്ത് വിളമ്പി കഴിക്കാനെങ്കിലും നോക്ക്. ഇത്ര പ്രായമായില്ല. ഞാൻ വിളമ്പാം. മോളിരുന്നോ, ഞാൻ വിളമ്പിക്കോളാം. കണ്ടില്ലേ, കൈ കൊണ്ട് വിളമ്പി കൊടുത്താലേ സുഭാഷിന് തൃപ്തിയാവും. അല്ലാതെ ഞങ്ങൾക്കിരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടായിട്ടൊന്നുമല്ല. അല്ലേ ഏട്ടാ? മതി 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 മതി. ആ ചാന്ദ്രി ഇരിക്ക്. ആ മതി മതി. ഓ മതി. പാവം. അതല്ല, നമ്മുടെ പൂതനമ്മയും കൂട്ടർ എവിടെ പോയി? കണ്ടില്ലല്ലോ. അച്ഛൻ വിളിക്കുന്നിട്ട് നമ്മളാരും അങ്ങനെ വിളിക്കരുത്. ഓ പിന്നെ, പേരിലേ ലളിതേ ഉള്ളൂ, സ്വഭാവത്തിലേ തനി പൂതന തന്നെയാ. അക്കാര്യത്തിൽ നമ്മുടെ കാർന്ന് ഒരു കറക്റ്റാ. ഒരു കാര്യത്തിലെങ്കിലും അച്ഛനെ സപ്പോർട്ട് ചെയ്തല്ലോ. മതി മതി. അവരേതൊക്കെ അമ്പലത്തിൽ കറങ്ങിട്ട് വരുന്ന സുനന്ദ രാവിലെ പറഞ്ഞിരുന്നു. ഓ സുനന്ദയോ? നീ എന്താണ് അവളെ എപ്പോഴും പേര് വിളിച്ചോണ്ടിരിക്കുന്നത്? എടാ, സുഭാഷായിട്ട് കെട്ടിയിരുന്നെങ്കിലേ നിന്റെ വലിയ ഇടത്തിയത് പേര് വിളിക്കാൻ പറ്റൂ. സുധീഷേ, അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ മതി, ഇനി കഴിക്കാൻ നോക്ക്. സോറി. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. സുധീഷേട്ടാ, പഴയതുപോലെയല്ല. ഏട്ടത്തേക്ക് സുധീഷേട്ടനോട് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതെ, അതെനിക്കും തോന്നി. അല്ലെങ്കിൽ സൈക്കിളിലൊക്കെ അങ്ങനെ ഇരുന്ന് വരാൻ സമ്മതിക്കോ? ശരിക്കും ഒരു ചെറിയ കാറ്റ് വീശാൻ തുടങ്ങിയ പോലെ തോന്നിയെന്ന് മാത്രം. അപ്പളിക്കും ചാടി കയറി ചെല്ലണ്ട, തുടക്കത്തിലെ പൊളിയും. ഓഹോ ശരി സാർ. ഇപ്പൊ നീയാണല്ലോ ഈ വിഷയത്തിൽ എന്റെ ഗുരു. യെസ്, ആ ബോധ്യം വേണം. പോടാ. നിങ്ങളെന്തെങ്കിലും രഹസ്യം പറയുന്ന? രഹസ്യം അത് ഈ സുധീഷേട്ടനോട്. ഒന്നുമില്ല, അതിപ്പോ ഒരു ഡ്രൈവ് കൊണ്ടുപോകുന്ന ചോദിച്ചാ. നൈറ്റ് സഫാരി. അതെ, മാടായിപ്പാറ എന്ന് പറയുന്ന റിസർവ് ഫോറസ്റ്റ് അല്ലേ നൈറ്റ് സഫാരിക്ക് പോവാൻ? सुबह सेटा आप नहीं खा रहे हो? കഴിക്കാം, ഞാൻ കഴിച്ചോളാം. तो खाओ ना, भूखे मत रहिए. ആ ശരി, കഴിക്കാം. അത് ശരി, ഇത് കൊള്ളാലോ. സുഭാഷേട്ട മലയാളവും ചാന്ദിനി ഹിന്ദിയും, എന്നിട്ടും രണ്ടുപേർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എടാ, ഇവര് തമ്മി പരസ്പരം സംസാരിച്ചു വന്നപ്പോഴേ എന്താ പരസ്പരം പറയണെന്ന് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഇപ്പോഴല്ലേ കാര്യം കിട്ടിയത്, രണ്ടിനും മനസ്സിലായിട്ടില്ല. सही है, हम दोनों को एक दूसरे की बात समझ आ रही है. എന്ന് വെച്ചാ അവർക്ക് പരസ്പരം പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന്. ഓ അങ്ങനെ. വേറെ രസമുണ്ട്, നമ്മൾ ഇത്രയും പേരിനിടും സുഭാഷേട്ടൻ കഴിക്കരുതെന്ന് ആർക്കെങ്കിലും ചോദിക്കാൻ തോന്നിയോ? ചാന്ദ്രിക്ക് മാത്രമല്ലേ തോന്നിയുള്ളൂ. അതെ, അതാണ്. എടാ, ചാന്ദ്രിക്കുള്ള സ്നേഹം പോലും നിങ്ങൾക്കില്ലാന്നല്ലേ എന്റെ അർത്ഥം. ഞാനത് പറഞ്ഞത്. പക്ഷെ കഴിക്കുന്നില്ലെന്ന് എന്നോട് ചോദിച്ചില്ലല്ലോ. സുഭാഷേട്ടാ, എന്താടാ? സുഭാഷേട്ടൻ ഒരു ഭയങ്കര പാവാണ് കേട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. എന്തുവാടാ? ഒന്നുമില്ല, സുഭാഷേട്ടൻ കഴിക്കാൻ നോക്ക്. मैं समझ गई.
ആ ചാന്ദിനിക്ക് വരെ മനസ്സിലായി. എന്ത് മനസ്സിലായി? मैं समझ गई. ആ ചാന്ദിനിക്ക് വരെ മനസ്സിലായി. എന്ത് മനസ്സിലായി? मुझे आप पसंद है, इसलिए मैंने पूछा. ആ കറക്റ്റ്. ഭക്ഷണം കൊള്ളാല്ലേ? ഇങ്ങോട്ട് മഹാഭാവി, നീ ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്തല്ലോടി. മൂദേവി, അവനെ കാണാൻ പോലും പാടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നീ അവന്റെ കുഞ്ഞിനെ മാറ്റിച്ചമ്മ നടക്കായിരുന്നല്ലേടി. നാണല്ലേടി നിനക്ക്? നിനക്ക് എത്ര വയസ്സായടി? 21ാമത്തെ വയസ്സില നീ ചതി ചെയ്തത്. ഇത്ര ചെറിയ പ്രായത്തിൽ ഒരു കുട്ടിയെ ഒക്കത്തെടുത്ത് വെച്ച് നടക്കുന്ന ഗതികേടായല്ലോടി നിനക്ക്. ഈ കുടുംബത്തിന്റെ മാനവും മര്യാദ എല്ലാം പോയി. ഇതിലും ഭേദം ഞങ്ങളെ കൊല്ലായിരുന്നില്ലേടി. അച്ഛാ, മാറിപ്പോ. എല്ലാം തൊലച്ചപ്പോ സമാധാനമായല്ലോ. ഇനി എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചോണ്ട് മാത്ര അവനവളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. ഹോ, അവന്റെ വലിയൊരു ഔദാര്യം. എന്റെ കല്യാണക്കാര്യം ആദ്യം എന്നോടാ പറയണ്ടേ, അല്ലാണ്ട് നിന്റെ കൂട്ടുകാരനോടല്ല. നിങ്ങളൊക്കെ നുണ പറഞ്ഞ് എന്നെ ഇവിടെ എത്തിച്ച് താലികെട്ടാൻ തീരുമാനിച്ച എനിക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണത്തിന് ഞാൻ സമ്മതിക്കുന്നു കരുതിയാണോ? സത്യം പറയടി, കല്യാണം നടക്കാനാണോ നീ അങ്ങനെ ഒന്ന് പറഞ്ഞത്? സത്യം പറയടി. ഹരീഷ് തിരിച്ചെത്തുന്നവരെ ഈ നുണ എങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു ദിവസം എല്ലാരും പാനിക് അടിച്ച് കിളി പോട്ടെ. ഹരീഷ് വരുന്നതുവരെ എന്ത് വന്നാലും ഞാൻ സത്യം പറയില്ല. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ നാട്ടുകാരോട് എന്ത് പറയും, സ്വന്തക്കാരോട് എന്ത് പറയും? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹരീഷ് എന്തായാലും എന്നെ ഉപേക്ഷിക്കാനൊന്നും പോണില്ല, അത് ഉറപ്പാ. ഹരീഷ് ചവിട്ടിന്റെ ഇതൊന്നും വേണ്ട. നീ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കണേ. ഇനി അങ്ങനെ എങ്ങനെ നാട്ടുകാരെ മുഖത്ത് നോക്കും? ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയും? ഒരേ ഒരു പെണ്ണിനെ അന്തസ്സായി വളർത്താൻ പറ്റാത്തതെന്ന് നാട്ടുകാർ പറയില്ലേടി. ഇനി നീ വിചാരിച്ചാൽ നിന്റെ ഇത് പഴയ പോലെ ആവില്ല. കഴിഞ്ഞു, എല്ലാം നശിപ്പിച്ചു. അടുത്തവും പോയി, ഉദ്യോഗവും പോയി, എല്ലാം പോയി. നീ ആയിട്ടാണ് നിന്റെ ജീവിതം നശിപ്പിച്ചത്. നീ ഇനി അങ്ങനെ റോഡിലിറങ്ങി നടക്കും? നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് നീ എങ്ങനെ മറുപടി പറയൂ? നിന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനൊരു നാണക്കേട് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. കാശില്ലാതിരുന്നിട്ടും നിന്റെ ഒരു ആഗ്രഹവും ഞാൻ മുടക്കിയിട്ടില്ല. കോളേജിൽ ചേർത്തു, വണ്ടി വാങ്ങിച്ചു തന്നു, നീ പറഞ്ഞ എല്ലാത്തിനും ഞാൻ കൂടെ നിന്നു. എന്നിട്ടും അച്ഛനെ നീ ഇങ്ങനെ ചതിച്ചല്ലോടി. ഈ ചതിക്ക് നീ അനുഭവിക്കും, ഉറപ്പായിട്ട് അനുഭവിക്കും. അവനെ വിളിക്കാൻ ലോക്ക് ഓപ്പൺ ചെയ്, എന്നിട്ട് വിളിക്കും. വേണ്ടടാ, വിട്. ഇനി എന്തിനാ? നിന്നോട് വിളിക്കാനാ പറഞ്ഞ.
കഴിച്ചിട്ടെടുക്കടാ ഫോൺ. കുഴപ്പമില്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞു. ആ. തീർന്നോ? ഇത്ര പെട്ടെന്ന് മതിയാക്കാൻ ആരാടാ ഫോണില്? ഓഹോ നീ ചെല്ലു ചെല്ലു. ഇന്ന് വിളിച്ചിട്ടില്ല, അതുകൊണ്ടാ. സംസാരിച്ചിട്ട് വരാം. ഓഹോ ഓഹോ പോയിട്ട് വരാം. ചെല്ല് ചെല്ല് ചെന്ന് സംസാരിക്കേ. എന്നെ വിളിക്കാൻ ആരുമില്ല. ഞാൻ വിളിച്ചാ മതിയോ? വേണ്ട. ഹലോ. എടാ നാറി റാസ്കൽ, നീ എന്താണ് കരുതിയിരിക്കുന്നത്? ഞങ്ങളെയൊക്കെ അങ്ങ് മൂക്കി കെട്ടി കളയാന്നോ? നീതു. നീതു അല്ലടാ, ഞാനാണോ സംസാരിക്കുന്നത്? എന്റെ അനിയത്തോട് കാണിച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. നീ ഞങ്ങളെല്ലാം വെല്ലുവിളിച്ചതിന്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അമ്പലത്തില് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാ അവള് പറഞ്ഞത് അവള് പ്രഗ്നന്റ് ആണെന്നും നീ ആ കുഞ്ഞിന്റെ അച്ഛനെന്നും. നീ ഞങ്ങളെല്ലാം വെല്ലുവിളിച്ചതിന്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അമ്പലത്തില് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാ അവള് പറഞ്ഞത് അവള് പ്രഗ്നന്റ് ആണെന്നും നീ ആ കുഞ്ഞിന്റെ അച്ഛനെന്നും. നീയും നിന്റെ കുടുംബവും തനി നാറുകളാണെന്ന് കാണിച്ചല്ലേ? എന്റെ കൺമുമ്പിൽ വന്ന് പെട്ടാ നിന്റെ അവസാന ഓർത്തോ? നീ എന്താടാ, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നിനക്കൊന്നും പറയില്ലേ? മറുപടി പറയണം. എടാ മറുപടി പറയാൻ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? ഇവനോട് എന്തിനാണ് സംസാരിക്കുന്നത്? ഇവ തല്ലിപ്പൊളിയാ. യോഗ്യനെ മറ്റൊരുത്തരുണ്ടല്ലോ, അവന്റെ ചേട്ടൻ, അവനോട് സംസാരിക്കേ. വിളിക്കടി, അവന്റെ ചേട്ടനെ വിളിക്ക്. അവരൊക്കെ എന്തിനു വിളിക്കണം? നീ ആദ്യം വിളിക്ക്. എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് നമ്പറൊന്നും അറിയില്ല. നമ്പർ അറിയില്ലെന്നോ? ഞാൻ തരാം നമ്പർ. ആ വേഗം എടുക്ക്. നിങ്ങൾ എവിടെ എഴുതിയ ചേർന്നല്ലോ മനുഷ്യ. ആ എവിടെയുണ്ട്? വിളിക്കേ. കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ. ഹലോ, സുഭാഷ് അല്ലേ സംസാരിക്കുന്നത്? അതെ, നിങ്ങളാരാ? ഞാൻ നീതുവിന്റെ അമ്മയാ. എന്താ വിളിച്ചേ? നിന്നെ വിളിച്ച് കുശലം പറയാനാടാ. ഹലോ. നീ നിന്റെ കുടുംബവും തനി പരട്ടകളാണെന്നും വൃത്തിയേട്ടന്മാരാണെന്നും പറഞ്ഞപ്പോ നിനക്കൊക്കെ നൊന്തല്ലോടാ. നിന്റെ അനിയന്മാരെ കുറിച്ച് നിനക്ക് വലിയ മതിപ്പാണെന്നല്ലേ പറഞ്ഞത്? നിന്റെ അനിയൻ കെട്ടിക്കൊണ്ടുവന്ന മഹാറാണി എന്താ പറഞ്ഞത്? ആ മെക്കാനിക്ക് തെണ്ടിയെ പോലൊരു നല്ലവൻ ഈ ഭൂമിയിൽ കാണില്ലെന്ന് അല്ലേ? അവൻ നന്നാവുന്ന നീ വിചാരിക്കുന്നുണ്ടോ? അവൻ മുടിഞ്ഞു പോകൂടാ, മുടിഞ്ഞു പോവും. നിന്റെ അന്യം ചെയ്ത വൃത്തിയുടെ എന്താണെന്നറിയോ? എന്ത് പറ്റി? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചീത്ത വിളിക്കുന്നേ? ചീത്ത വിളിക്കല്ല, നിന്റെ അന്യനെ തല്ലി കൊല്ലാ വേണ്ടത്. ഹരീഷ് ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അവൻ അവിടെ വന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ? എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ തലയെടുത്ത് നടക്കാൻ പറ്റാതാക്കിയില്ലേ? വെറും 20 ദിവസം മാത്രം പ്രായമുള്ള എന്റെ കൊച്ചിപ്പ ഗർഭിണിയാ. അതിന് കാരണക്കാരൻ നിന്റെ അനിയനും. എന്താ ആ വൃത്തിയായിട്ടവൻ ഇതിനാണോ എന്റെ മകളെ പ്രേമിക്കുന്ന പോലെ നടിച്ചത്? അല്ല, അതോ അവനെ കെട്ടിച്ചൊടുക്കില്ല നേരത്തെ മനഃപൂർവ്വം ചെയ്താണോ? ഇതൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഉറപ്പായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും. നിന്റെ അനിയനെ ഞാൻ അകത്താക്കും.
എന്റെ കുടുംബത്തിന്റെ മാനം കളഞ്ഞ നിന്റെ അനിയൻ ഒരിക്കലും ഗതി പിടിക്കില്ല. സീതേച്ചി, നിങ്ങൾ പറയണ കാര്യം മനസ്സിലാക്കി പറയണം. എന്റെ അനിയൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. അതേടാ, നിന്റെ കുഞ്ഞൻ നല്ലവനാണെന്നേ നീ സർട്ടിഫിക്കറ്റ് അടിച്ച് വിതരണം ചെയ്. അവൻ ഒന്നാം തരം ഫ്രോഡാ, ചതിയൻ. എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയിട്ട് എവിടെയോ പോയി ഒളിച്ചിരിക്കല്ലേ അവൻ. എത്ര കാലം ഒളിച്ചിരിക്കും? നീ നോക്കിക്കോ, ഇതിനെല്ലാം കണക്ക് പറഞ്ഞിരിക്കും. ഗതി പിടിക്കില്ലടാ, മുടിഞ്ഞു പോവും. അവനും നിങ്ങളെല്ലാവരും മുടിഞ്ഞു പോവും. ഒരു പെറ്റ വേറെ ശാപാടാ. ചേച്ചി, ചേച്ചി, സുഭാഷേട്ടാ, സുഭാഷേട്ടാ, ആരാ? എന്താ പ്രശ്നം പറ. ആരായിരുന്നു ഫോണില്? അതാ നീതുവിന്റെ അമ്മയാ. അവരെന്തിനാ സുഭാഷ് ചേട്ടനെ വിളിച്ചേ? അവളെന്തേലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവുന്നേ. സുഭാഷേട്ടാ, എന്താ പ്രശ്നം? എന്താ അവള് വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങി പോന്നാ? അവള് അവള് അല്ല, അവള് പ്രഗ്നന്റ് ആണെന്ന്. പ്രഗ്നന്റാ? സുഭാഷേട്ടാ, അതിന്റെ കാരണം നമ്മുടെ ഹരീഷാണെന്ന്. ഭഗവാൻ, ഹരീഷോ? ഇതിനിടയിൽ അത് ഒപ്പിച്ച. ഹരീഷേ, എന്താ പ്രശ്നം? എന്ത് കാര്യത്തിനാ നിന്റെ ചേട്ടൻ എന്നെ ഫോൺ വിളിച്ച് ചീത്ത പറയണേ? ഹരീഷ്, വേദനിക്കുന്നുണ്ടോടാ? ഹേ, ഇല്ല. ഇപ്പൊ പോലും നീ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല.